നമസ്കാരം. നരച്ച മുടിയുള്ള പാർട്ടി അനുഭാവികൾ CPMന്റെ പതാകകളുമായി പശ്ചിമ ബംഗാളിൽ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെ അലകൾ ബംഗാൾ മുഴുവനും ഇപ്പോൾ കേൾക്കാം. ഊർജ്ജസ്വലനായ ശ്രീജൻ ഭട്ടാചാര്യ കൊൽക്കത്തയിലെ ടോളിഗഞ്ചിലെ വാർഡ് 97 നാട്ടുകാരെ അഭിസംബോധന ചെയ്തുകൊണ്ട് കൈവീശി അഭിവാദ്യം നൽകി നടക്കുമ്പോൾ അദ്ദേഹം അവരോട് പറയുന്നത്, ആശീർവാദ് ദേബേൻ, ഞങ്ങൾക്ക് നിങ്ങളുടെ അനുഗ്രഹം തരൂ എന്നാണ്. ഈ വർഷത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പശ്ചിമ ബംഗാളിൽ ഉടനീളമുള്ള പ്രധാന മണ്ഡലങ്ങളിൽ CPM നിർത്തിയ നിരവധി പുതുമുഖ സ്ഥാനാർത്ഥികളിൽ ഒരാളാണ് 31-കാരനായ മിസ്റ്റർ ഭട്ടാചാര്യ. പശ്ചിമ ബംഗാൾ തൃണമൂൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായ 31-കാരിയായ നടി സയോണി ഘോഷിനും ഭാരതീയ ജനതാ പാർട്ടിയുടെ അനിർബൻ ഗാംഗുലിക്കുമെതിരെ ജാദവ്പൂർ നഗരമണ്ഡലത്തിലാണ് അദ്ദേഹം മത്സരിക്കുന്നത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ 7ാം ഘട്ടത്തിൽ ജൂൺ 1-നാണ് ജാദവ്പൂരിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. മുൻ ഇടതുപക്ഷ കോട്ടയായ ജാദവ്പൂർ മണ്ഡലം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ വൻ വിജയത്തിന് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഒരു മണ്ഡലം കൂടിയാണ്. തൃണമൂൽ സ്ഥാനാർത്ഥി നടി മിമി ചക്രവർത്തി 6,88,472 വോട്ടുകൾക്ക് വിജയിച്ചപ്പോൾ പാർട്ടിയിലെ മുതിർന്ന നേതാവ് വികാസ് രഞ്ജൻ ഭട്ടാചാര്യ പ്രതിനിധീകരിക്കുന്ന CPM മൊത്തം വോട്ട് ഷെയറിന്റെ 21% അന്ന് നേടിയിരുന്നത്. ഞങ്ങൾ പുതിയ രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യുന്നതെന്നും ഞങ്ങളുടെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിന് അനുസൃതമായി, എന്നാൽ മുൻകാല ബാഗേജുകളുടെ ഭാരമില്ലാതെയാണ് കാര്യങ്ങൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നതെന്നും ഒരു ജനസംഖ്യയുടെ ഭൂരിഭാഗവും ചെറുപ്പമായിരിക്കുമ്പോൾ തലമുറയെ പ്രതിനിധീകരിക്കുകയും അവരുടെ ഭാഷ സംസാരിക്കുകയും ചെയ്യുന്ന ആശയവിനിമയക്കാരിലൂടെ സന്ദേശം എത്തിക്കുന്നത് എളുപ്പമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. യുവ സ്ഥാനാർത്ഥികൾ എന്ന നിലയിൽ ഞങ്ങൾക്കുള്ള പ്രധാന നേട്ടം അതാണെന്നും മിസ്റ്റർ ഭട്ടാചാര്യ പറഞ്ഞു. മിസ്റ്റർ ഭട്ടാചാര്യയുടെ പ്രചാരണം കാണാൻ പ്രദേശവാസികൾ ചെറിയ തോതിൽ ഒത്തുകൂടിയപ്പോൾ കയ്യിൽ മാലയുമായി ഒരു പ്രായമായ സ്ത്രീ അദ്ദേഹത്തെ സമീപിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: ഞങ്ങൾ ചെറുപ്പമായിരിക്കുമ്പോൾ നിങ്ങൾ മുതിർന്നവരിൽ നിന്ന് ഞങ്ങൾ അനുഭവിക്കുന്ന ഒരു പ്രത്യേകതരം വാത്സല്യവും ആരാധനയുമുണ്ട്. അവർക്ക് ഞങ്ങളോടൊരു സോഫ്റ്റ് കോർണറും തോന്നും. ശ്രീ ഭട്ടാചാര്യയുടെ അഭിപ്രായത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലുള്ള ആധുനിക ഉപകരണങ്ങൾ വളരെ കാലമായി യുവ വോട്ടർമാരെ ആകർഷിക്കാനുള്ള CPM ശ്രമങ്ങളുടെ ഒരു പ്രധാന ഭാഗമാണ്. യുവാക്കളെ ആകർഷിക്കുന്നതിനായി മെമ്മുകൾ, കാർട്ടൂണുകൾ, ഹ്രസ്വ വീഡിയോകൾ എന്നിവ ഉപയോഗിച്ച് അവർ കാലത്തിനനുസരിച്ചാണ് ജനങ്ങൾക്കൊപ്പം നിലകൊള്ളുന്നത്. ചിലപ്പോൾ ഒരു ക്യാമ്പയിനിനിടെ 1-2 പാട്ടുകൾ പാടുകയോ ഒരു ഹിന്ദി സിനിമയുടെ ഡയലോഗ് പരാമർശിക്കുകയോ ചെയ്യുന്നത് ആളുകളുമായി കൂടുതൽ ഇടപഴകാൻ സഹായിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ചെറുപ്പമാണെങ്കിലും ഇത് മിസ്റ്റർ ഭട്ടാചാര്യയുടെ ആദ്യത്തെ തെരഞ്ഞെടുപ്പൊന്നുമല്ല. 2021 പശ്ചിമ ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തർക്കവിഷയമായ സിംഗൂർ മണ്ഡലത്തിൽ നിന്ന് തൃണമൂലിന്റെ നിലവിലെ MLA ബേശരം മന്നയോട് അദ്ദേഹം പരാജയപ്പെട്ടിരുന്നു. ജാദവ്പൂർ സർവകലാശാലയിൽ നിന്ന് MA ബിരുദധാരിയായ ശ്രീ ഭട്ടാചാര്യ സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ സംസ്ഥാന സെക്രട്ടറിയുമായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്.